ദ BFG. ചെറുപ്പത്തിൽ കണ്ട പടമാണ് ഞാൻ. പിന്നെ ഈ അടുത്താണ് ഞാനൊരു റീല് കണ്ടിട്ട് ഓർമ്മ വന്നിട്ട് വീണ്ടും കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായി സിനിമ കാണാൻ. ഇതിൻ്റെ ജോണർ എന്ന് പറയുന്നത് കോമഡി, ഡ്രാമ, ഫാൻറ്റസി, ആനിമേഷൻ, ഫാമിലി, പിന്നെ ചിൽഡ്രൻസിന്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. ഇതാണ് ഇതിൻ്റെ ജോണർ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഫാൻറ്റസി അഡ്വഞ്ചർ ആണ്. ഫാമിലി മൂവിയാണ്. കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു പടമല്ല, അല്ലാത്തവർക്കുള്ള നമ്മളെ പോലുള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. കാരണം ഇതിൻ്റെ കഥ എങ്ങനെയാണ്, ഇത് എങ്ങനെ ഈ സിനിമ എന്ന് വെച്ചാൽ കൊളോബ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആനിമേഷനും നമ്മളെ റിയൽ ലൈഫിലത്തെ ആൾക്കാർ ഇവരിങ്ങനെ ഈ ഒരു സംഭവം കൊളോബ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കാണുന്ന സിനിമയിൽ ആനിമേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവും. അതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെട്ടെന്ന് വരില്ലേ. ഇതേപോലെ ഒരു സിനിമ നമ്മുടെ മലയാളത്തിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ, കൊല്ലങ്ങൾക്ക് മുമ്പ്. ആ പടത്തിൻ്റെ പേരാണ് ഓ ഫാബി. സെയിം ഇതേപോലെയാണ്. ഇതേപോലെ കഥയല്ല, ഇതേപോലെ ആനിമേഷൻ ആയിട്ടുള്ളത് നമ്മൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്, നമ്മൾക്കറിയില്ല എന്ന് മാത്രം. അത് കാണാത്തവരുണ്ടായി കണ്ടോക്കോ. ഇത്തിരി ഹെവി കാസ്റ്റിംഗ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. നല്ല കുഴപ്പമില്ല. അതിൻ്റെ റിവ്യൂ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പം നമുക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാം. ദ BFG ഭയങ്കരമായിട്ട് ഒരു വിഷ്വൽ ട്രീറ്റ് തരുന്ന ഒരു സിനിമയാണ് ഇതെന്ന് പറയുന്നത്. മേക്കിംഗ് സൈഡ് അന്യായമാണ്. കാരണം ഫാൻറ്റസി ആനിമേഷൻ ഉള്ളതുകൊണ്ടും കുറേ സംഭവങ്ങൾ ഇതിൽ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. കുറേ ഫാൻറ്റസികൾ ഇതിൽ കാണിക്കാനായിട്ട് പറ്റും. അതൊക്കെ ഇത് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയും പിന്നെ ഒരു ഭൂതം, അങ്ങനെ അതേപോലുള്ള ഒരാളായിട്ടുള്ള ഒരു ലൈഫാണ് ഇതിൽ കാണിക്കുന്നത്. സിനിമോഗ്രാഫിക്ക് അന്യായമുണ്ട്. കുറേ നൈറ്റ് വിഷ്വൽസ് ഇതിൽ കാണിക്കുന്നുണ്ട്, അടിപൊളിയാണ്. അതേപോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നുണ്ട്, കുറേ ഇമോഷൻസ് ഇതിൽ സംസാരിച്ച് പോകുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇരുന്ന് കണ്ടു പോകുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളെ പോലെയൊക്കെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് എല്ലാവരും കാണാനായിട്ട് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ പടം കണ്ടതുകൊണ്ട് ഇങ്ങനെ ഒരു ആനിമേഷൻ സിനിമ കാണണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബേസിക്കലി എനിക്ക് ആനിമേഷൻ സിനിമകളോട് ഭയങ്കര ഇഷ്ടമാണ്. ആനിമേഷൻ സിനിമകൾ എല്ലാത്തിലും ഒരു കഥയുണ്ടാവും. ആ ഒരു സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇമോഷൻ നമുക്ക് എല്ലാ ആനിമേഷൻ സിനിമയിൽ നിന്ന് കിട്ടാറുണ്ട്. എനിക്ക് കിട്ടാറുണ്ട് പേഴ്സണലി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആനിമേഷൻ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ആനിമേഷൻ അങ്ങനെയല്ല. ആനിമേഷനും പിന്നെ നമ്മുടെ ഇതും കൂടി കൊളോബ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഭയങ്കര ബോറായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. ഇത് ഭയങ്കര രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണുള്ളൂ. ഭയങ്കര അഡ്വഞ്ചർ കുറേ പരിപാടികൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. കുറേ വെറൈറ്റി സാധനങ്ങൾ ഇതിൽ ആനിമേഷൻ കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഈ സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇമോഷനുണ്ട്, ഭയങ്കര ഒരു കെയർ ഉണ്ട്. അതുപോലെ എന്താ പറയുക, ഒരു കഥയുണ്ട്. അങ്ങനെ കുറേ എല്ലാം കൂടി അടങ്ങിയിട്ട് ഇരിക്കുന്ന ഒരു സിനിമയാണ് ഇതെന്ന്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്ക്, എല്ലാവരും കണ്ടു നോക്കി നോക്ക്. എന്നിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. അപ്പോൾ ഇതാണ് ഈ സിനിമയെ കുറിച്ച് പറയാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത്. അല്ലാണ്ട് പടത്തിൻ്റെ ഒരു ത്രെഡോ അല്ലെങ്കിൽ കഥയും കാര്യങ്ങളും വിവരിച്ചല്ല ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഇത് കാണുമ്പോൾ സ്പോയിലർ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചുരുക്കി എല്ലാ സിനിമകളുടെ റിവ്യൂ പറയുന്നത്. നിങ്ങൾക്ക് അതല്ല, സ്പോയിലർ അലർട്ടായിട്ട് ഇരുന്നിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലനേഷൻ പോലെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും കൊണ്ടേക്കുന്നത്.